ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത് പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിരിക്കുന്നത് അടിപൊളി ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയതാണ്. അതായത് നമ്മളെ ആൻഡ്രോയിഡിൽ മിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലൈറ്റ് റൂം ആയിരിക്കും, അല്ലെങ്കിൽ സ്നാപ്സീഡ്. അങ്ങനെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷനുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ചത്. അതായത് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇഷ്ടം പോലെ നമ്മൾ ലൈറ്റ് റൂമിൽ പ്രീസെറ്റ് ആഡ് ചെയ്യുന്ന പോലെ ഇതിൽ ഇഷ്ടം പോലെ ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഫിൽറ്ററുകളാണ്. പിന്നെ അതുപോലെ തന്നെ എഫക്ട്സ് കുറേ ഉണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ഫ്രീ എഫക്ട്സുകളുണ്ട്, അതായത് ഫ്രീ ഫിൽറ്ററുകളുണ്ട്. അതന്നെ അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ പ്രോ വെർഷൻ എടുക്കുകയാണെങ്കിൽ വേറെ കുറച്ചും കൂടി കിട്ടും. അപ്പോൾ ഇതിൽ ഫ്രീ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ സംഭവങ്ങളും നടക്കും. അതായത് നല്ല അടിപൊളി ഫിൽറ്റേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ അടിപൊളി ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കിടക്കുന്ന ചാനൽ ആദ്യം കിടക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ വന്നു നോട്ടിഫിക്കേഷൻ വിളിക്കുക. ഇങ്ങനെ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത്. പ്രീക്വൽ എന്ന് നമുക്ക് മുകളിൽ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻ്റർഫേസാണ് ഇത് കാണുന്നത്. ഇത് ഇഷ്ടംപോലെ പോപ്പുലർ ആയിട്ടുള്ള കുറേ എഫക്റ്റുകളും സംഭവങ്ങളൊക്കെ തന്നെ ഫസ്റ്റ് പേജിൽ ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ട്, അതേപോലെ തന്നെ ഫോട്ടോ, വീഡിയോ, AI എഫക്ട്സ് ഉണ്ട്. അപ്പോൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആകും. അപ്പോൾ അതിൽ നിന്ന് ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞുള്ള സെക്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എഫക്ട്സ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് എഫക്ട്സ് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഫോക്കസാണ് ഫസ്റ്റത്തെ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള എഫക്റ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ അടുത്ത എഫക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഈ നമ്മുടെ ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ സൈഡിലൊക്കെ കുറച്ചിങ്ങനെ കളറായിട്ടുള്ള സംഭവമാണ്. അതായത് അവിടെ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഗ്ലോ വരുന്നൊരു എഫക്റ്റാണത്. ഇത് ഡെനിം എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ്. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് എഫക്ട്സ് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കൂടാതെ ഇഷ്ടംപോലെ എഫക്ട്സുകളുണ്ട്. അപ്പോൾ ഇത് വേറൊരു എഫക്റ്റാണ്. പിന്നെ ട്രാൻസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. ഇത് വിൻ്റർ എന്ന് പറഞ്ഞ എഫക്റ്റ് നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. അതായത് മഞ്ഞ് വീഴുന്ന സംഭവമാണ്. ശരിക്കും ഇങ്ങനെ മഞ്ഞ് വീഴുന്ന പോലെ നമുക്ക് തോന്നും. അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ അടിപൊളി എഫക്റ്റാണിത്. പിന്നെ പ്രിസം എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് പിന്നെ നമ്മുടെ ഫോഗ് എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ്. അവിടെ ജനറേറ്റിംഗ് AI മാജിക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫുള്ള് ഇങ്ങനെ മഞ്ഞ് മൂടിയത് നമുക്കിങ്ങനെ സാധാരണ സീനറി ഫോട്ടോസ്, അതായത് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി മൂന്നാമത് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു എഫക്റ്റ് ഒക്കെ ഇട്ട് നല്ല അടിപൊളി ലുക്കായിരിക്കും. പിന്നെ അതുപോലെ ഈ ഒരു എഫക്റ്റ് ഉണ്ട്, ഗോൾഡൻ അവർ. അതായത് നമ്മുടെ ഗോൾഡൻ അവറിൽ ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു എഫക്റ്റ് ഇതാണ്. അപ്പോൾ ഇത്രയും എഫക്ട്സുകളാണ് ഞാൻ കുറച്ച് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ വേറെ കുറേ എഫക്ട്സുകളുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഇവിടെ ട്രെൻഡ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഞാൻ എല്ലാ എഫക്ട്സ് എടുത്ത് കാണിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പേരൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുള്ളൂ. റെട്രോ, സ്റ്റാർസ്, അങ്ങനെ ഇഷ്ടംപോലെ എഫക്ട്സുകളുണ്ട്. പിന്നെ ഫിൽറ്ററിൻ്റെ സെക്ഷൻ എടുത്താൽ ഇതേപോലെ കുറേ ഫിൽറ്റേഴ്സ് കാണാൻ പറ്റും. ഇഷ്ടംപോലെ ഫിൽറ്ററുകളുണ്ട്. നമ്മുടെ ലൈറ്റ് റൂമിലൊക്കെ നമ്മൾ പ്രീസെറ്റൊക്കെ ആഡ് ചെയ്യുന്ന പോലെ ഇഷ്ടംപോലെ ഇതിൽ ഫിൽറ്റേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് നോർമലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ക്യാൻവാസിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാം. പിന്നെ ബ്യൂട്ടി, ടെക്സ്ചർ, പിന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ടെസ്റ്റിൽ ഇങ്ങനെ കുറച്ച് ടെസ്റ്റുകൾ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. കുറേയൊക്കെ പെയ്ഡാണ്. അപ്പോൾ ടെസ്റ്റ് ഇങ്ങനെ അധികം എനിക്ക് അടിപൊളി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഫ്രീ ആയിട്ടുള്ള കുറച്ച് കുറവാണ്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരെണ്ണം എനിക്ക് ഇഷ്ടമായത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു എഫക്റ്റ് വരും. അവിടെ ഇങ്ങനെ അടിക്ക് വരുന്ന പോലത്തെ ഒരു എഫക്റ്റ്. അപ്പോൾ ഈ രീതിയിലുള്ള എഫക്റ്റുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ടെസ്റ്റിൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു എഫക്റ്റ് എന്ന് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിങ്ങനെ കുറച്ചിങ്ങനെ എഫക്ട്സുകളൊക്കെ ഉണ്ട്. നമ്മൾ വീഡിയോസിലൊക്കെ ആഡ് ചെയ്യുന്ന പോലത്തെ കുറച്ച് എഫക്ട്സുകളുണ്ട്. അപ്പോൾ ഇതിലും അത്യാവശ്യം കുറച്ച് ഫ്രീ സംഭവങ്ങളുണ്ട്. പിന്നെ കുറേ പെയ്ഡും ഉണ്ട്. ഇത് നമ്മുടെ ബൊക്കെ ബ്ലറാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബ്ലറിൽ നിന്ന് നമുക്കിങ്ങനെ ഇതൊക്കെ നിങ്ങൾ ഈയിടെയായിട്ട് ട്രെൻഡിങ്ങിൽ കണ്ടിട്ടുള്ള കുറച്ച് നാളുകളായിട്ടുള്ള എഫക്റ്റുകളാണിത്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ അടിപൊളി എഫക്റ്റുകളുണ്ട്. ഇതൊക്കെ പെയ്ഡാണ്. ഇത് നമ്മുടെ സ്റ്റാറുള്ള സംഭവങ്ങളൊക്കെ പെയ്ഡാണ്. നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത എഫക്ട്സുകളുണ്ട്. വലിയ നേരത്തെ പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ കളർ ഗ്രേഡിങ്, അതായത് കളറിങ്, ബാക്കി സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.